അതോ ഇല്ല. ഓ പിന്നെ ID കാർഡും റേഷൻ കാർഡും നോക്കിയിട്ടില്ലേ ഗോവിന്ദചാമി പിടിപ്പിക്കാൻ വരുന്നത്? ഒന്ന് പോടാ. ചേച്ചി ഒരു ചായ. ഹലോ, പറഞ്ഞോ. ബൈക്കിലായിരുന്നു. നടക്കൂ. 35 വയസ്സോ? 10,000? ഒന്ന് പോയടപ്പാ. കോഴിക്കോട് 12-കാരിയെ 65 വയസ്സുകാരൻ പീഡിപ്പിച്ചു. ദേ തിരുവനന്തപുരത്ത് 50 വയസ്സുകാരിയെ 19 വയസ്സുകാരൻ. അടിപൊളി. പീഡന വാർത്ത വായിക്കുമ്പോ ഒരു സുഖം അല്ലേടാ. നിനക്ക് കടി വേണോടാ? ആ ഒറ്റ ചോദ്യം മതി, അവന്റെ വയറ് നിറഞ്ഞു. ഒരു മിനിറ്റേ, നീ കെട്ടിയണ്ട. ദാ ഏജ് ഓവറാടാ. 25 വയസ്സാണെങ്കിൽ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നീ വിളിക്ക്. ഇന്ന് വേലയും കൂലിയൊന്നും ഇല്ലേടാ? ആരപ്പ ഈ സമയത്ത്? മോളെ, നീ എന്തെടുക്കുവാ? ആരാന്ന് ചോദിച്ചേ? അയ്യോ ചേച്ചി, ഒന്ന് ഓടി വന്നേ. ദാ പിള്ളാരെ, അവിടെ ആൻസ് കിടന്ന് എന്തോ വിളിച്ച് കരയുന്നു. ഒന്നിന്ന് നോക്കിയടാ. എന്താടി? ദേ ഒരുത്തിനി കയറ്റി പിടിച്ച് മോളെ തന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ ഒച്ച വെച്ചപ്പോ അങ്ങോട്ട് ഓടിപ്പോയി. നീ ആളെ ശരിക്കും കണ്ടോ? കണ്ടൂന്നേ. ചേച്ചി, മോളെ ഒന്ന് സൂക്ഷിച്ചോ. റോഡ് സൈഡാണ്. നേരം വെളുത്ത കേൾക്കുന്നത് പിള്ളേരെ തട്ടിക്കൊണ്ടുപോക്കും പീഡനമാണ്. ചേച്ചി, പീഡകർക്ക് പ്രായമൊന്നും പ്രശ്നമല്ല. കേറി പോടിയകത്ത്. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങി എന്ന് കളിക്കരുതെന്ന്. എന്നിട്ട് ഞാനിന്നലെ പേടിച്ചു പോയി. ആ, അവളകത്തിരുന്ന് കളിക്കുക. ഞാൻ രമണിയുടെ വീട്ടിൽ ചിട്ടിക്കാശ് കൊടുക്കാൻ പോയതാ. ഒരു 10 മിനിറ്റേ ആയിട്ടുള്ളൂ. ഓ ദേ ഞാൻ വീടെത്തിന്നേ. വാവയുടെ പേരെന്താ? അപ്പു. 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 അയ്യോ എന്റെ മോള്. അവിടുന്ന് എന്താ ചേട്ടാ പ്രശ്നം? ആ വീട്ടിലെ കൊച്ചിനെ ഒരുത്തം കയറി പിടിച്ചു. പിള്ളേരെ പിടിപ്പിക്കണോ പട്ടി? അമ്മോ, അച്ഛൻ വരാറായിട്ടോ. ആ വിളക്കെടുത്ത് വെച്ചേ. അപ്പു, ദേ ജെറിയെ ടോം ഇപ്പൊ പിടിക്കും. നോക്കിയേ, ദേ ജെറിയെ പിടിച്ചു. എന്റെ അമ്മോ, എത്ര നേരമായി നിന്നോട് പറയുന്നു. അവളുടെ ഒരു അപ്പു. എന്താണ് തന്നെ ഇത്? അച്ഛാ, എത്ര നേരമായി സേതുട്ടാ വിളിക്കുന്നേ? ഞാൻ ബൈക്കിലായിരുന്നില്ലേ, അറിഞ്ഞില്ല. പെണ്ണൊരു അക്ഷരം പഠിക്കുന്നില്ല കേട്ടോ. എപ്പോ നോക്കിയാലും അപ്പൂന്ന് പറഞ്ഞ പാവയും കൊഞ്ചിച്ചിരിപ്പ. നീ എന്തിനാ വിളിച്ചേ? ബാത്റൂമിന്റെ ബൾബ് പോയി.
വരുന്ന വഴി അതൊന്ന് മേടിച്ചിട്ട് വരാനായിരുന്നു. അച്ഛാ, അമ്മയ്ക്ക് അപ്പൂനെ ഇഷ്ടമല്ല. അച്ഛൻ ഇഷ്ടമാണല്ലോ അപ്പൂനെ. അമ്മോ, അച്ഛന് ബാത്റൂമിലത്തേക്ക് എമർജൻസി ലാമ്പെടുത്ത് കൊടുത്തേ. അമ്മു ഇനി കുറച്ചു നേരം ഇരുന്ന് പഠിക്കേ. അപ്പൂനെയും കൊണ്ട് പഠിച്ചാലോ? അപ്പു കുറെ കളിച്ചതല്ലേ, ക്ഷീണം കാണും, കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ. അപ്പു ഉറങ്ങിക്കോട്ടോ, ചേച്ചി പഠിച്ചിട്ട് വരാവേ. അമ്മോ, പെണ്ണെപ്പോഴും ഈ പാവയും കൊണ്ട് കളി തന്നെ കളി. അല്ല അപ്പൊ എന്താ തീരുമാനം? എന്ത്? അപ്പൂൻ്റെ കാര്യത്തിലേ അത് തന്നെ ഞാനും പറയുന്ന. ഈ പാവയെ കിട്ടിയതിൽ പിന്നെ പെണ്ണിന്റെ വേറെ ഒന്നും വേണ്ട. എപ്പം നോക്കിയാലും അപ്പു അപ്പു അപ്പു. ഈ അപ്പൂൻ്റെ കാര്യമല്ല, ശരിക്കും ഒരു അപ്പൂനെ വേണ്ടേ? അയ്യടാ, എന്റെ ജോലി തന്നെ സ്ഥിരമായിട്ടില്ല. വീടിന്റെ ലോണ്, അതിന്റെ ഇടയിൽ ഒരു അപ്പു. ഒന്ന് പോസ് ചെയ്തു കേട്ടാ. അതൊക്കെ ശരിയാക്കാൻ എൻ്റെ അപ്പൂൻ്റെ അമ്മേ. കൊഞ്ചതൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാ. എനിക്ക് രാവിലെ പോണം. നിനക്ക് യോഗ ആയിട്ടില്ല അപ്പോ. സേതുട്ടാ, വൈകിട്ട് സ്റ്റോപ്പിൽ നിന്ന് മോളെ വിളിച്ചോണ്ട് വരണേ. ഹലോ. ആ ശരി. റോഡ് ബ്ലോക്ക് ആയിരുന്നു. 10 മിനിറ്റുള്ളിൽ സ്റ്റോപ്പിലെത്തും. ഇപ്പൊ തന്നെ 10 മിനിറ്റ് ലേറ്റാ സേതുട്ടാ. സ്റ്റോപ്പിൽ മോൾ ഒറ്റയ്ക്കാവും. ഡേ, സ്കൂൾ ബസ് ഇതുവരെ വന്നില്ല. നീ ബസ്സിലായെന്ന് വിളിച്ചേ. ആയല്ലേ, ഞാൻ ആതിരയുടെ അമ്മയാണ്. 10 മിനിറ്റ് മുമ്പ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടോ. എന്നിട്ട് അയ്യോ, സ്റ്റോപ്പിൽ കുട്ടി നിൽക്കുന്നത് കണ്ടവരുണ്ട്. കുട്ടിയുടെ അടുത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് ഓട്ടോ ഓടിക്കുന്ന ജെയിംസ് കണ്ടതാണ്. സേതു, മോനെ, പോലീസുകാരെന്താ പറഞ്ഞേ? അച്ഛാ, സേതുട്ട എന്റെ മോള് വരും. 10 മിനിറ്റ് താമസിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോള്. മോളെ, ഭക്ഷണമൊന്നും കഴിച്ചില്ലേ?
നീ രാവും പകലും മോളെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമുണ്ട്. അത് പോലീസ് അന്വേഷിക്കണ്ടല്ലോ. ജീവിതം മുഴുവൻ ഇങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല. നിങ്ങൾ ചെറുപ്പമാണ്. ജീവിതം ഇനിയും കിടക്കല്ലേ മക്കളെ. എടാ സേതു, നിന്നോടാ പറയണേ, ഈ പാവയെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒടുക്കത്തേരിപ്പ് മതിയാക്കാൻ. ഈ സാധനം ഇവിടുന്ന് കളഞ്ഞാലേ നീ ശരിയാവൂ. ഇല്ലെങ്കിലേ ഏതെങ്കിലും പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കും. ഇല്ലെങ്കിലേ ഏതെങ്കിലും പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കും. ഇനി നീ പിള്ളേരെ പീഡിപ്പിക്കരുത്. അങ്ങൾ എന്നെ ഒന്നും ചെയ്തില്ല.